എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഏത്തപ്പഴം കൊണ്ട് ഹെൽത്തി ആയിട്ടും അതേപോലെ നല്ല ടേസ്റ്റോടു കൂടിയും ഇലയട തയ്യാറാക്കിയെടുക്കാം. ഇതിനായി 3 ഏത്തപ്പഴം ആവിയിൽ വേവിച്ച ശേഷം തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത പഴമാണിത്. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് കിസ്മിസും കൂടി റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ആ നെയ്യിൽ തന്നെ വേവിച്ച് വെച്ച ഏത്തപ്പഴം ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇത്രയും മതിയാകും. അതിനുശേഷം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇതേപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചിരകിയ തേങ്ങ, 1/2 കപ്പ് അരിപ്പൊടി, പുട്ടിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്, 1/2 കപ്പിന് അല്പം താഴെ ശർക്കര. അഴുക്കൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ശർക്കര ഇങ്ങനെ ചേർക്കുന്നത്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ റോസ്റ്റ് ചെയ്ത അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർക്കാം. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അട റെഡിയാക്കി എടുക്കാൻ വേണ്ട വാഴയില എടുക്കാം. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മാവ് വെച്ചിട്ട് ഇതേപോലെ മടക്കിയെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാൻ ഇതേ രീതിയിലാണ് എല്ലാം റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഒരു സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും കുക്കായി കിട്ടും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. തണുത്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നോക്കിയേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.